സലൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ, സ്വാഗതം. നമസ്തേ പ്രേം. സാർ, ഇറാൻ അമേരിക്ക യുദ്ധം നിലനിന്നിരുന്ന സമയത്ത് ഹോർമൂസിൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം അത് ലോകത്തെമ്പാടും വലിയ ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് പോലും ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ ചരക്ക് കപ്പൽ വളരെ തന്ത്രപരമായി ആ ഹോർമൂസ് മുറിച്ചു കടന്ന്, അല്ലെങ്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ കബളിപ്പിച്ചുകൊണ്ട് ചരക്ക് കടത്ത് നടത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി ഹോർമൂസിൻ്റെ ഒരു പുനഃസ്ഥാപനം നടക്കുക? ഇന്ത്യയുടെയും ചൈനയുടെയും ആ നടപടിയെ അമേരിക്ക ഇനി ഏത് കണ്ണോടുകൂടിയായിരിക്കും വീക്ഷിക്കുക? നമുക്ക് ആദ്യം ഇന്ത്യയും ചൈനയും അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കെ ഹോർമൂസിലൂടെ എണ്ണ കടത്തിയത് ആ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചിട്ട് ഭാവിയിൽ, അതായത് ഇപ്പൊ അമേരിക്ക ഈ ഇറാനുമായിട്ടൊരു കരാർ ഒപ്പിട്ടതിനു ശേഷം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹോർമൂസിലെ ഗതാഗതം വീണ്ടും പഴയതുപോലെ സ്വതന്ത്രമായി നടക്കുമെന്നാണ്. ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ പ്രകാരം ചൈന 200ഓളം ചൈനയുടെ കപ്പലുകൾ, ചൈനീസ് പതാക പറപ്പിച്ചിരുന്ന കപ്പലുകൾ അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കെ തന്നെ ഹോർമൂസിലൂടെ എണ്ണയുമായി കടന്നുപോയി എന്നുള്ളതാണ് വാർത്ത. ഈ ചൈനീസ് കപ്പലുകളിൽ ഉണ്ടായിരുന്ന എണ്ണ മുഖ്യമായിട്ടും ഇറാന്റെ എണ്ണ തന്നെ ആയിരുന്നു എന്നും വാർത്തകൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ പല കപ്പലുകളും ഈ ഉപരോധം നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ നിന്നും പുറത്തേക്ക് വന്നിരുന്നു. അപ്പോ ഇതിലുള്ള ഒരു വിദ്വേഷം, അതായത് അടക്കാനാവാത്ത ഒരു കോപം കൊണ്ടാണ് അമേരിക്ക ഇന്ത്യക്കാരുണ്ടെന്നറിഞ്ഞിട്ടും വിദേശ പതാകകൾ വഹിച്ചിരുന്ന രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. അതിൽ ഒരു ആക്രമണത്തിൽ പലാവു എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ചെറിയ രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പതാക വഹിച്ചിരുന്ന ആ കപ്പലിൽ തകർക്കപ്പെടുകയും 3 പേര് കൊല്ലപ്പെടുകയും ചെയ്തു. വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇത് അമേരിക്ക നടത്തിയ ഒരു വൈര്യനിര്യാതന ബുദ്ധിയാണ്. കാരണം പ്രത്യക്ഷത്തിൽ ഇന്ത്യയുടെ കപ്പലിനെ ആക്രമിച്ചിട്ടില്ല, പക്ഷെ പരോക്ഷമായിട്ട് ഇന്ത്യക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ ലോകത്തിലെ മർച്ചന്റ് നേവി രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ 17% ഇന്ത്യക്കാരാണെന്നാണ് ഒരു കണക്ക് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാല്, ഇന്ത്യക്കാരെ കൊല്ലണമെങ്കിൽ ഏത് രാജ്യത്തിന്റെ കപ്പൽ ആക്രമിച്ചാലും മതി. കാരണം ഇന്ത്യക്കാരില്ലാതെ ചരക്ക് കപ്പലുകൾ വളരെ അപൂർവമാണ്. ചൈനയുടെ വല്ലതും കാണുമായിരിക്കാം, അല്ലാതെ മിക്ക രാജ്യത്തിന്റെയും പതാക വഹിക്കുന്ന പല കപ്പലുകളും ഇന്ത്യക്കാരുണ്ട്. ഇനി ചൈനയുടെ ഈ വൻതോതിലുള്ള ചരക്ക് നീക്കം ഒരു ഭാഗത്ത്, അതുകൂടാതെ ഗോസ്റ്റ് ഷിപ്പ് എന്ന് പറയുന്ന ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ, അതായത് ആ കപ്പലിൽ ഫ്ലാഗ് ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഓഫ് ആക്കി, അത്തരം കപ്പലുകളെയാണ് ഒതന്റിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട് കപ്പലുകൾക്ക്, ചരക്ക് കപ്പലുകൾ. അതെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓഫ് ആക്കിയിടും. എന്നിട്ട് ഇവർ ചെയ്യുന്നത്, ഇവിടുന്നും 100 കണക്കിന് കപ്പലുകളിൽ എണ്ണ ഇറാന്റെ തീരത്ത് നിന്നും ഇറാനിൽ നിന്നുമുള്ള എണ്ണ കൊണ്ടുപോയിട്ട് ഇത് സിംഗപ്പൂരിന്റെയും അതുപോലെ തന്നെ മലേഷ്യയുടെയും സമീപത്തുള്ള ഇന്റർനാഷണൽ വാട്ടർവേയിൽ വെച്ചിട്ട് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി, അതായത് ഒരു കപ്പലിൽ നിന്നും മറു കപ്പലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ടെക്നോളജി. അത് പ്രകാരം കൂടുതലും ചൈനയുടെ കപ്പലായിരിക്കില്ല, വലിയ ഫിഷിംഗ് ബോട്ടുകളുണ്ട്. ആ ഫിഷിംഗ് ബോട്ടുകൾ എണ്ണ കൊണ്ടുപോകാനുള്ള രീതിയിൽ പുതുക്കി പണിഞ്ഞിട്ട് ഇത്തരം ഷിപ്പിംഗ് ബോട്ടുകളിലാണ് ഈ മലേഷ്യയുടെയും അതുപോലെ തന്നെ സിംഗപ്പൂരിന്റെയും തീരത്തിനടുത്ത് നിന്ന് ഉള്ള ഈ എണ്ണയുടെ കൈമാറ്റം നടക്കും. ഈ എണ്ണ ചൈനയുടെ കിഴക്കൻ തീരത്തുള്ള തുറമുഖങ്ങളിലേക്കാണ് എത്തുന്നത്. അവിടെ ടീപോട്ട് റിഫൈനറി എന്ന് പറയുന്ന 100 കണക്കിന് ചെറിയ റിഫൈനറികളുണ്ട്. അത് വലിയ മുതൽ മുടക്കൊന്നുമില്ല, വ്യക്തികൾ നടത്തുന്നതാണ്. അതിൽ ഇപ്പൊ ഒരു ദിവസം 100 ബാരലായിരിക്കും, അല്ലെ 1000 ബാരലായിരിക്കും. അങ്ങനെ ചെറിയ എമൗണ്ട് 100 കണക്കിന് അത്തരം ടീപോട്ട് റിഫൈനറി എന്നാണ് അതിന് പറയുന്നത്. ചായക്കോപ്പകൾ പോലെയുള്ള അല്ലെ ചായപാത്രം പോലുള്ള റിഫൈനറികൾ. അത്തരം റിഫൈനറികൾ അവിടെ പ്രവർത്തിച്ചിട്ട് അവിടേക്കാണ് ഈ കള്ളക്കടത്ത് കൊണ്ടുവരുന്ന ഈ എണ്ണ കൊണ്ടുവന്നു. എന്തിനാണ് ചൈന ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ചൈനയുടെ
കസ്റ്റംസിലോ അല്ലെങ്കിൽ മറ്റു പിന്നെ സർക്കാർ ഏജൻസികളുടെ കയ്യിൽ ഒരു തരത്തിലും ഇതിന്റെ ഒരു റെക്കോർഡ് ഉണ്ടാവില്ല. പക്ഷേ ചൈനയുടെ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ വിഭാഗങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും ഒരു ഇന്റർനാഷണൽ ഏജൻസിക്കും ഇങ്ങനെ ഒരു എണ്ണ കള്ളക്കടത്ത് ചൈന നടത്തുന്നതായിട്ട് പിടിക്കാനും പറ്റില്ല. അങ്ങനെ വളരെ തന്ത്രപൂർവമാണ് അവര് എണ്ണ കൈമാറ്റം നടത്തുന്നത്. ഇങ്ങനെയുള്ള ഈ എണ്ണ കച്ചവടത്തിലൂടെ കുറഞ്ഞ വിലക്കാണ് ചൈനയ്ക്ക് ഇറാൻ ഈ എണ്ണ കൊടുക്കുന്നത്. ഇതിൽ റിസ്ക് ഉണ്ട്. കള്ളക്കടത്ത് ചെയ്യുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെട്ടേക്കാം. പക്ഷെ ആ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ഡോളറിന്റെ ലാഭമാണ് ഈ കള്ളക്കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. ഇത് ചൈന നാളുകളായിട്ട് പിന്തുടരുന്നുണ്ടായി. ഇതാണ് ഒരു രീതി. ഇവിടെ ചില മലയാളികൾ തന്നെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് പണക്കാരനായ വയനാട്ടിലെ എണ്ണ ബിസിനസ് നടത്തുന്ന ഒരാളുടെ ദുരൂഹ മരണം ഒക്കെ സംബന്ധിച്ച് ഇങ്ങനെ ചില ആൾക്കാര് ക്രൂഡ് ഓയിലിന്റെ കള്ളക്കടത്തിൽ ഏർപ്പെട്ട് അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതിൽ ഇന്ത്യക്കാരും ഉൾപ്പെടും. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. അമേരിക്കയുടെ ഉപരോധം പരാജയപ്പെടാനുണ്ടായ ഏറ്റവും വലിയൊരു കാരണമാണ് ഇറാൻ തുറമുഖങ്ങളിലേക്ക് അമേരിക്ക നടത്തിയ ഉപരോധം. അത് പരാജയപ്പെട്ടതിന്റെ ഒരു പ്രധാന കാരണം ഇതാണ്. എന്തായാലും ശരി, ഇപ്പോ യുദ്ധം അവസാനിച്ച സ്ഥിതിക്ക് ഇനിയിപ്പം നമ്മൾ ഈ വിഷയത്തിൽ വലിയ പ്രസക്തിയില്ല. ഇനി അടുത്ത ഒരു പിന്നെ പ്രേമിന്റെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗമുണ്ടല്ലോ, അതായത് ഇനി എന്തായിരിക്കാം ഈ എണ്ണയുടെ വ്യാപാരത്തിൽ ഉണ്ടാകാൻ പോകുന്ന സ്ഥിതിവിശേഷം. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അമേരിക്ക ഇതുവരെ ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ പുറത്തു വരുന്ന പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഇപ്പൊ CNN അല്ലെങ്കിൽ ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയനിലോ ഒക്കെ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇറാന്റെ എണ്ണ വ്യാപാരം അത് സുഗമമായിട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കാരണം സാധാരണഗതിയിൽ പല രാജ്യങ്ങളുടെയും എണ്ണ ഉൽപാദനം നിർത്തിവെച്ചാൽ ആ എണ്ണ കിണറുകൾ പുനരാരംഭിക്കാൻ ദിവസങ്ങളോളോ അല്ലെ ആഴ്ചകളോളോ എടുക്കുന്ന ദീർഘമായ ഒരു പ്രോസസ്സാണ്. പക്ഷെ ഇറാൻ അമേരിക്കയുടെ ഉപരോധങ്ങളെയൊക്കെ മറികടന്ന് പലപ്പോഴും ഇറാൻ എണ്ണ ഉൽപാദനം നടത്തുന്നുണ്ടായിരുന്നു. ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇറാൻ ഒരു പ്രതിസന്ധിയും ഉണ്ടായിരുന്നില്ല. ഈ എണ്ണ വിൽപ്പനയുടെ കാര്യത്തിൽ മാത്രമാണ് ഇറാനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അതും മറികടക്കാൻ ഇറാന് മറ്റൊരു വഴിയുണ്ടായിരുന്നു. കാരണം ഈ പല ടാങ്കറുകൾ സ്റ്റോർ ചെയ്ത ഇറാന്റെ എണ്ണ സമുദ്രത്തിൽ പല ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോ പുറത്തു വരുന്ന സൂചനകൾ. അങ്ങനെ വർഷങ്ങളായിട്ട് അമേരിക്കയുടെ ഉപരോധങ്ങളുടെ ഒരു സമ്മർദ്ദത്തിലായിരുന്ന ഒരു രാജ്യം എന്നുള്ളതിലേക്ക് ആ ഉപരോധങ്ങളോടൊപ്പം ബിസിനസ് ചെയ്യാനും ഉപരോധത്തിനോടൊപ്പം നിലനിൽക്കാനും അതിനെ മറികടക്കാനുമുള്ള ചില സൂത്രപ്പണികൾ ഇറാൻ സ്വായത്തമാക്കി. അതാണ് ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി മറികടക്കാൻ ഇപ്പോൾ അവരെ സഹായിക്കുന്നു. കാരണം ഇത് ഒറ്റ സുപ്രഭാതത്തിൽ ഇതിലേക്ക് എത്തപ്പെട്ട ഒരു രാജ്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. ഇറാനെ സംബന്ധിച്ച് അവർ അങ്ങനെയുള്ള ഒരു രാജ്യമല്ല. കാരണം വർഷങ്ങളായിട്ട് ഇതേ പ്രതിസന്ധിയിൽ 1977 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഏറിയും കുറഞ്ഞുമുള്ള ഉപരോധങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇറാൻ എന്ന രാജ്യം നിലനിന്നിരുന്നത്. അതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു പ്രതിസന്ധിയല്ല. അവരുടെ എണ്ണ കിണറുകളൊക്കെ ഉൽപാദനക്ഷമമാണ്. അവിടെ പ്രൊഡക്ഷന്റെ സൈഡിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. മാർക്കറ്റിങ്ങും വിൽപ്പനയും മാത്രമാണ്. അത് ഇപ്പോ ഇതുവരെ ഒളിച്ചും പാത്തും പതുങ്ങി നടത്തിയിരുന്ന വിൽപ്പന ഇനിയിപ്പോ പിന്നെ നേരെ വന്ന് വിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത്. സ്വാഭാവികമായിട്ടും എണ്ണയുടെ വില ലോക മാർക്കറ്റിൽ ഇറാൻ എണ്ണയും കൂടി എത്തുന്നതോടുകൂടി എണ്ണയുടെ വിലയിൽ പതുക്കെ കുറവുണ്ടാവും. ഒറ്റയടിക്ക് കുറവുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ ലോകത്തിന്റെ കൈവശമുള്ള എണ്ണ ശേഖരം 1 ബില്യൺ ബാരൽ എണ്ണ ശേഖരം ഉണ്ടായിരുന്ന ഈ യുദ്ധസമയത്ത് പലരും ഉപയോഗിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ ഒക്കെ ഉൾപ്പെടെ റിസർവിലുള്ള എണ്ണ ഭാഗികമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ റിസർവ് റീഫിൽ ചെയ്യാനായിട്ട് ആൾക്കാർ എണ്ണ പർച്ചേസിങ് ഉയർന്ന നിലയിലായിരിക്കും വരുന്ന ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ എണ്ണയുടെ വില കുത്തനെ വരുന്ന ദിവസങ്ങളിൽ ഇടിയാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ ക്രമാനുഗതമായി എണ്ണ വില ഇടിയുകയും ഒരു 3 മാസത്തിന് ശേഷം പഴയതുപോലെ തന്നെ വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ ബ്രന്റ് പോലുള്ള ലൈറ്റ് സ്വീറ്റ് കാറ്റഗറിപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഒക്കെ വില $70 താഴെ വരാൻ തന്നെയാണ് സാധ്യത ഒരു ബാരലിന്.
അതാണ് ഞാനിപ്പോ സാർ എനിക്കൊരു സംശയം എന്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ്. നമ്മൾ ഈ യുദ്ധം വരും തുടങ്ങിയ ദിവസങ്ങളിൽ സമയത്ത് ഏതാണ്ട് എനിക്കൊരു ബാരലിന് സംശയം. $72 നമ്മൾ ഈ യുദ്ധം ആയിരുന്നു ക്രൂഡ് ഓയിലിന്റെ വില. അപ്പോൾ ഈ ഇറാന് അതിനു മുമ്പ് തന്നെ ഇറാന് ഉപരോധമുണ്ടായിരുന്നു, വെനസ്വേലയ്ക്ക് ഉപരോധമുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇപ്പോൾ വിപണിയിൽ ക്രൂഡ് ഓയിൽ എത്തിക്കാനായിട്ടുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇറാൻ്റെ നല്ലൊരു വിപണി കൂടിയാണ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റഷ്യയിൽ നിന്നൊക്കെ വില കുറവ് ക്രൂഡ് ഓയിൽ കിട്ടിയത് മതിയോളം നമ്മൾ ആസ്വദിച്ചതാണ്. ഇറാൻ വിപണിയിലേക്ക് എത്തുമ്പോൾ അത്തരമൊരു സാധ്യത നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? കുറേ കൂടി ഉദാരമായി നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. ഇറാന്റെ തനി സ്വഭാവം അറിഞ്ഞിട്ടാണ്. ഇടയ്ക്ക് ഇതുപോലെ 2015 ഒബാമ ഇരുന്ന കാലഘട്ടത്തിൽ ഇറാനുമായിട്ടൊരു കരാർ ഉണ്ടാക്കി. പെട്ടെന്ന് തന്നെ ഇറാൻ എണ്ണയുടെ വില വർദ്ധിപ്പിച്ചു. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് അവരുടെ എണ്ണ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഉപരോധങ്ങൾ നീക്കം ചെയ്യുമ്പോൾ വീണ്ടും ആ എണ്ണവില കൂടുന്ന ഒരവസ്ഥയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭികാമി. അത് കാരണം തന്നെ വില കുറയ്ക്കാൻ അവർ തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ എണ്ണയുടെ വില ആ രാജ്യം മാത്രമല്ല നിശ്ചയിക്കുന്നത്. എണ്ണയുടെ വിലയിൽ വേറെ കുറെ ഘടകങ്ങളുണ്ട്. ഈ ഓയിൽ ടാങ്കറുകളുടെ വാടക, ഇൻഷുറൻസ് കമ്പനിയുടെ പ്രീമിയം, എണ്ണ ടാങ്കറുകളെല്ലാം തന്നെ ഓരോ ട്രിപ്പിനുമാണ് ഇൻഷുർ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ യുദ്ധം കഴിഞ്ഞ സ്ഥിതിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം കുറെ നാളായിട്ട് അവർക്ക് ബിസിനസ് ഇല്ല. അവർ പെട്ടെന്ന് പ്രീമിയം കൂട്ടും. ആ കൂടിയ പ്രീമിയത്തിലായിരിക്കും ഇപ്പോ ഓയിൽ ടാങ്കറുകൾ ഇനി കുറച്ചു നാളത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. പിന്നെ വെനിസ്വേലയുടെ കാര്യത്തിൽ വെനിസ്വേലയ്ക്ക് ഇറാനെ പോലെ പെട്ടെന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് എണ്ണ കിണറുകൾ ഉൽപാദനം നടത്താതിരുന്നാൽ ഒരു 2-3 മാസം പമ്പ് ചെയ്ത്, 2-3 മാസമൊന്നും വേണ്ട, ആഴ്ച മതി എന്നാണ് പറയുന്നത്. ഒരു കിണർ പമ്പ് ചെയ്യാതിരുന്നാൽ പിന്നീട് വലിയ റീഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും അതില് ഉൽപാദനം പുനരാരംഭിക്കാൻ. വെനിസ്വേലയെ സംബന്ധിച്ച് അവർക്ക് ക്യാപിറ്റലിന്റെ അഭാവമുണ്ട്, അതായത് മൂലധനത്തിന്റെ അഭാവം, വലിയ പ്രതിസന്ധികൾ. അപ്പൊ വെനിസ്വേലയിലെ എണ്ണ ഉൽപാദനം വലിയ നല്ലൊരു രീതിയിലേക്ക് മാറണമെങ്കിൽ അതിന് 1 വർഷമെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ വലിയൊരു ഇടിവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു 3 മാസത്തിനുള്ളിൽ ഞാൻ ഒരു $70 താഴേക്ക് ബ്രന്റിന്റെ വില താഴെ വീഴും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ പെട്ടെന്ന് പുറകോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം അതിനൊരു സ്ഥിരതയുണ്ട്. മാത്രമല്ല ഇന്ത്യയിലെ റിഫൈനറികൾ ഇപ്പൊ റഷ്യൻ എണ്ണ ഡിസ്റ്റിൽ ചെയ്യാവുന്ന രീതിയിൽ പല മാറ്റങ്ങൾ വരുത്തിയ റിഫൈനറികൾ ഇപ്പൊ ഇന്ത്യയിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം റഷ്യയിലെ എണ്ണ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ലാഭമാണ്. ഇറാൻ പോലല്ല, ഏറ്റക്കുറച്ചിലുകളൊന്നും അവിടെ ഇല്ല. യുറാൽ ലൈറ്റ് സ്വീറ്റ് എന്ന് പറയുന്ന, അല്ലെ യുറാൽ ക്രൂഡാണ് ഇവിടെ കിട്ടുന്ന, ആ കാറ്റഗറിയിലാണ്. അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് ഇന്ത്യ ഒഴിവാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ശരി, ഈ മേഖലയിലെ കൂടുതൽ സംഭവ വികാസങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം.